ചെറുകണ്ട ഏട്ടൻ കടയ്ക്ക് പോയിക്കാണ്. ഞാൻ കുറേ തേങ്ങ ഇറങ്ങിയിട്ട് ഏട്ടൻ കറിയില്ല. തേങ്ങ ചട്ടിയാ വലിയ തേങ്ങ മുറിയണം. ഉള്ളിലൊന്നുമില്ല. എന്നും ഞങ്ങൾ തേങ്ങ ഇറങ്ങണത് കറി വെക്കാൻ തന്നെ കാണിക്കുന്നത് കേട്ടാണ്. ആർക്കും ബോറടിക്കില്ലല്ലോ. ഇല്ലല്ലേ ഇതന്നെ ഉള്ളൂ കേട്ടോ ഞങ്ങൾക്ക് കാണിക്കാൻ. ഞങ്ങൾ അന്നെന്താ എന്താ വയ്ക്കുന്നത് അതാണ് കാണിക്കുന്നത്. ഇപ്പം ബോറടിക്കണമെങ്കിലും കുഴപ്പമില്ലാന്ന് കണ്ടോളി. സഹകരിക്കുക. പാവങ്ങൾ ജീവിച്ച് പൊക്കോട്ടെ. തേങ്ങ ചെറിയ എടുക്കട്ടെ ഏട്ടാ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പടവലങ്ങയും ഉരുളക്കിഴങ്ങും വെച്ചിട്ട് തീയലാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ വെക്കുക നോക്കാം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ. വലുതാക്കി മുറുക്കണം കേട്ടോ പടവലങ്ങ. ഫേസ്ബുക്കിലെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. എന്തിനാ ചെയ്യുന്നേനെ എന്തിനും വർക്ക് ചെയ്യുന്നു. പടവലങ്ങ ഒന്ന് മുറിച്ചെടുക്കട്ടെ കേട്ടോ. നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് മതി. ഇതിലേക്ക് കുറച്ച് തേങ്ങ കേട്ടോ. ചെറിയ മുറി തേങ്ങ, 3 ചെറിയ ഉള്ളി, ഒരു 2 കറിവേപ്പില. തേങ്ങ നന്നായി വറുത്തെടുക്കുക. തേങ്ങയൊക്കെ നന്നായി മൂത്ത് വന്നു കേട്ടോ. തീ കുറച്ച് വയ്ക്കാം. എന്നിട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും. 1.5 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഒരു ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി ഇട്ടാ. ഇത്രയും മതി. ആറിയിട്ട് നന്നായി അരച്ചിട്ട് വരാട്ടോ. ഈ തീയൽ വെക്കാം. 2 ചെറിയ പടവലങ്ങ കേട്ടോ. നല്ല കിളുന്ത് പടവലങ്ങയാണ്. 2 ഉരുളക്കിഴങ്ങ്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അടച്ച് വെച്ചിട്ട് വേവിക്കുക. നന്നായി വേകട്ടെ. അപ്പോൾ നമുക്ക് തേങ്ങ അരച്ചിട്ട് വരാം കേട്ടോ. കഷ്ണങ്ങൾ കണ്ടാൽ നോക്കാം. കഷ്ണങ്ങൾ വെന്ത് കൂട്ടാം. അരപ്പിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. തിളക്കട്ടെ നന്നായിട്ട്. നമ്മുടെ കറി തിളച്ചുട്ടാ ആയി. ഇനി താളിച്ചൊഴിക്കാം. ചീഞ്ചട്ടിയും ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ചൂടാവട്ടെ. കടുക് ഇട്ട് കൊടുക്കുക. 2 വറ്റൽമുളക്, കറിവേപ്പില. ഓക്കെ. സൂപ്പർ കറിയാണ് കേട്ടത്. നല്ല ടേസ്റ്റാണ്.
അടിപൊളി. വഴുതിരിങ്ങ മെഴുക്കുവരട്ടി വയ്ക്കാം കേട്ടോ. കടുകിട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 സവാള കേട്ടോ, നൈസായി അരിഞ്ഞതാണ്. കുറച്ച് കറിവേപ്പില. സവാള ഒന്ന് ചെറുതായിട്ട് വാടി വരട്ടെ. സവാള വാടി വന്നു കേട്ടോ, ഇത്രയും മതി. ഇനി നമ്മുടെ വഴുതിരിങ്ങ ഇട്ട് കൊടുക്കുക. നീളത്തിലരിഞ്ഞാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി, ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. കാക്കുകള് ഒന്ന് വേഗട്ടെ. മെഴുക്കുവരട്ടി ആയിട്ട് ഒരു നുള്ള് ഗരം മസാല ഇട്ട് കൊടുക്കുക. ഒരു നുള്ള് മതി, നല്ലൊരു മണമാണ്. സൂപ്പർ ടേസ്റ്റാണ് ഇങ്ങനെ മെഴുക്കുവരട്ടി. ആയിട്ടാ ചോറാക്കട്ടെ. ഉമ്മയ്ക്ക് ചോറാക്കട്ടെ കേട്ടാ. സൂപ്പർ ഇഷ്ടപ്പെട്ട മെഴുക്കുവരട്ടി ഉണ്ട് അത്. വഴുതിരിങ്ങ പടവളങ്ങി ഉരുളക്കിഴങ്ങ് ഇതുപോലെ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റാണ്. ഉമ്മിനെ സ്കൂളിലേക്ക് അയച്ചു വിട്ടേട്ടാ. ഇന്ന് നല്ല വെയിലുണ്ട് തന്നു. ഇന്നലെയൊക്കെ ഉണ്ടാവും. എൻ്റെ തുണിയൊക്കെ നന്നായി പഠിച്ചു. എല്ലാവരും തുണി ഉണക്കാനിട്ടു. നന്നായി പഠിച്ചു. മൊരിഞ്ഞു. യൂണിഫോം ഒക്കെ തിരിഞ്ഞ യൂണിഫോമൊക്കെ ഞാൻ അലക്കി. അച്ഛൻ്റെ സ്റ്റാഫാണ്. ഇതില്ലാണ്ട് അച്ഛന് ഉറങ്ങാൻ പറ്റില്ല. കൂട്ടുകാരുടെ സ്ഥലത്തിലൊക്കെ കയറ്. ഞാൻ തുണിയൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെട്ടാ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റാട്ടാ. ബൈ ബൈ, സീ യു.